ഹലോ, ഇന്ന് തിരുവോണ ദിവസത്തെ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ഇവിടെ കുവൈറ്റിലെ തൃശൂർ അസോസിയേഷന്റെ വക ഓണപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാനാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അബ്ബാസിയയിൽ നിന്നുള്ള ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നത്. ഞങ്ങളൊരു 11-11:30 അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും അവിടെ ഇനാഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരെയും കാണാൻ പറ്റി. തിരുവോണ ദിവസത്തിൽ തന്നെ പ്രോഗ്രാം വെച്ചതുകൊണ്ട് നന്നായിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റി. കുറെ അധികം തൃശ്ശൂർക്കാരെയും കാണാൻ പറ്റി. അങ്ങനെ ആദ്യത്തെ പരിപാടിയായിട്ടുള്ള ഇനാഗ്രേഷൻ കഴിഞ്ഞു. മാവേലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജില്. ഇനാഗ്രേഷൻ കഴിഞ്ഞപ്പോ തന്നെ കുറെ ആൾക്കാരുടെ പ്രസംഗവും ആശംസയും നന്ദി പ്രകാശനൊക്കെ ആയിരുന്നു. അതവിടെ നടക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ പൂക്കള മത്സരത്തിൽ ഇവരിട്ട കളങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. രാവിലെ തന്നെ ആയിരുന്നു തോന്നിട്ട് പൂക്കള മത്സരം ഉണ്ടായിരുന്നത്. കുറെ വെറൈറ്റീസ് ഓഫ് ഡിസൈൻസ് കണ്ടു. പൂക്കൾ വെച്ചിട്ടായാലും കളർ വെച്ചിട്ടൊക്കെയുള്ള പൂക്കളങ്ങൾ കണ്ടിരുന്നു. പൂക്കളങ്ങളും കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ സ്കൂളൊന്ന് ചുറ്റി കാണാന്ന് വെച്ച് പുറത്തേക്കൊക്കെ പോയിരുന്നു. ഏതായാലും ഈ പ്രോഗ്രാമോട് കൂടി കുവൈറ്റിൽ ഇത്രയും തൃശ്ശൂർക്കാരുണ്ടെന്ന് അറിയാൻ പറ്റി. ആവേലിയുടെ പ്രസംഗത്തോടു കൂടി ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് കലാപരിപാടികളാണ്. ഓരോ ഏരിയയിലെയും ആൾക്കാരുടെ പലതരം പെർഫോമൻസ് ആണ് ഇനി വരുന്നത്. കലാപരിപാടികൾ തുടങ്ങിയത് തന്നെ തിരുവാതിരയോട് കൂടിയാണ്. തിരുവാതിര കഴിഞ്ഞപ്പോ തന്നെ അതാ അടുത്ത ഫ്യൂഷൻ ഡാൻസുകാർ അങ്ങോട്ടും കയറി. പരിപാടികൾ അവിടെ നടക്കുമ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു ഓണസദ്യ കഴിച്ചിട്ട് വരാന്ന്. അങ്ങനെ കുറെ കറികൾ കൂട്ടി തിരുവോണത്തിനത് നല്ലൊരു സദ്യ കഴിച്ചു. ഓണസദ്യക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നേ. സദ്യ ഏതായാലും അടിപൊളിയായിരുന്നു. എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കുന്നിടത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. തിരുവോണം ഏതായാലും വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഹാളിലേക്ക് തന്നെയാണ്, പരിപാടികളൊക്കെ കാണാൻ വേണ്ടി. കുറെ അധികം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നേ. കുട്ടികൾ മുതൽ വലിയൊരു വരെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു.
വരെ എല്ലാ വർഷവും തിരുവോണം വീട്ടിലിരുന്നാണ് ആഘോഷിച്ചിരുന്നത്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് പുറത്തു പോയി തിരുവോണം ആഘോഷിക്കുന്നത്. ഓണം ഇവിടെ ഇരുന്ന് ഇത്ര അടിപൊളിയായിട്ട് ആഘോഷിച്ചതുകൊണ്ട് തന്നെ നാട്ടിലെ ഓണം മിസ് ചെയ്തേ ഇല്ല. പരിപാടികളൊക്കെ കുറച്ച് കണ്ടതിന് ശേഷം ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നേരെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.